ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബിസിനസ് സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമുക്ക് GSTന്റെ ആപ്ലിക്കേഷൻ വരിക ഓരോ ബിസിനസ് സ്ഥാപനത്തിലായിരിക്കും. ഒരു ബിസിനസ് സ്ഥാപനത്തിന് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, GSTയിൽ രജിസ്ട്രേഷൻ എടുത്ത ബിസിനസ് സ്ഥാപനമാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം നിർബന്ധമായും എല്ലാ മാസവും റിട്ടേൺസ് ഫയൽ ചെയ്യണം. റിട്ടേൺസ്, RETURNS, റിട്ടേൺസ് ഫയലിംഗ് ചെയ്യണം, നിർബന്ധമാണ്. ഈ റിട്ടേൺസ് എല്ലാ മാസവും ചെയ്യണം, മന്ത്ലി. ഇതാണ് ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കേസ്. GST ഉള്ള സ്ഥാപനമാണോ അവർ നിർബന്ധമായും എല്ലാ മാസവും GST റിട്ടേൺസ് ഫയലിംഗ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ആ ഒരു മാസം GST ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടന്നു എന്നുള്ളത് GST അതോറിറ്റിയെ അറിയിക്കണം. അതാണ് ആ അറിയിക്കുന്ന പ്രോസസ്സാണ് റിട്ടേൺസ് ഫയലിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? സോ നമുക്ക് മനസ്സിലായി, നമ്മുടെ ബിസിനസ്, നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിൽ GST രജിസ്ട്രേഷനുള്ള സ്ഥാപനമാണെങ്കിൽ, അല്ല നമ്മുടെ സ്വന്തം ബിസിനസ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുത്ത സ്ഥാപനമാണോ എങ്കിൽ ഒരു മാറ്റവുമില്ല, നിർബന്ധമായും എല്ലാ മാസവും GST റിട്ടേൺസ് ഫയലിംഗ് ചെയ്യണം. ആ റിട്ടേൺസ് ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യുന്നേ, അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, വേറെ ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. സിമ്പിളായി മനസ്സിലാക്കി പോകാം. ഒരു മാസം 2 റിട്ടേൺസ് ആണ് നമ്മൾ ഫയലിംഗ് ചെയ്യേണ്ടത്. ഒരു മാസം 2 റിട്ടേൺസ് ആണ് ഫയലിംഗ് ചെയ്യേണ്ടത്. 2 റിട്ടേൺസ് നോട്ട് ചെയ്തോ. GST റിട്ടേൺ 1, GST റിട്ടേൺ 1, അതാണ് അതിന്റെ പേര്. ഒന്നാമത്തെ റിട്ടേണിന്റെ പേര് എന്താണ്? GST റിട്ടേൺ 1. റിട്ടേണിന്റെ R എടുത്താൽ മതി, GSTR1. ഇനി രണ്ടാമത്തെ റിട്ടേൺ ഫോം GST റിട്ടേൺ 3B, ABCഡിന്റെ B, 3B, GST റിട്ടേൺ 3B, GSTR3B. അപ്പോ എന്നീ 2 റിട്ടേൺസ് ആണ് എല്ലാ മാസവും ഫയലിംഗ് ചെയ്യേണ്ടത്. GSTR1 ആൻഡ് GSTR3B. ഈ 2 റിട്ടേൺസും എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, GSTR1, GSTR3B എന്നീ 2 റിട്ടേൺസിലൂടെ, ആ 2 റിട്ടേൺസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ മന്ത്ലി ബിസിനസിന്റെ സ്റ്റാറ്റസ് GST അതോറിറ്റിയെ നമ്മൾ അറിയിക്കുന്ന രീതി. ഈ 2 റിട്ടേൺ ഫോമിലും ഡാറ്റ ഫില്ല് ചെയ്ത് GST അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇനി എല്ലാ മാസവും 1ഉം 3Bയും ചെയ്യണം. 12 മാസമുണ്ട് ഒരു വർഷം. അപ്പോ ഓരോ മാസവും 1ഉം 3Bയും ചെയ്യുമ്പോൾ ഒരു വർഷം 24 റിട്ടേൺസ് അല്ലെ, മന്ത്ലി 2 എണ്ണം വെച്ച്. അത്രയും നമുക്ക് എന്ത് ചെയ്യണം, ഫയലിംഗ് ചെയ്യണം. ഇനി ഈ GSTR1ഉം GSTR3Bയും മന്ത്ലി ചെയ്ത് 12 മാസം കംപ്ലീറ്റ് ആകുമ്പോൾ, ഒരു വർഷം അവസാനിക്കുമ്പോൾ വാർഷിക റിട്ടേൺ എന്ന പേരിൽ ഒരെണ്ണം കൂടെ അന്ന് ചെയ്യണം. വർഷത്തിൽ ഒരെണ്ണം ചെയ്താൽ മതി. അതിന്റെ പേരാണ് ആനുവൽ റിട്ടേൺ ഫോം, വാർഷിക റിട്ടേൺ ഫോം. വർഷത്തിൽ 1 ചെയ്താൽ മതി. GST റിട്ടേൺ 9, GSTR9. അപ്പോ വാർഷിക റിട്ടേൺ ഫോമിന്റെ പേരാണ് GSTR9, GST റിട്ടേൺ 9. ക്ലിയർ? മന്ത്ലി റിട്ടേൺസ് GSTR1, GSTR3B. ഇയർലി റിട്ടേൺ GSTR9.
ഓക്കെ. ഇനി GST രജിസ്ട്രേഷൻ എടുത്ത ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ എടുത്തു എന്നേ ഉള്ളൂ, പക്ഷേ സെയിൽസോ പർച്ചേസോ ഒരു ട്രാൻസാക്ഷൻസും നടന്നിട്ടില്ല ഇതുവരെയും. എക്സാമ്പിൾ, കഴിഞ്ഞ മാസം ജൂൺ മാസം 1-ാം തീയതിയാണ് എന്റെ ബിസിനസ് സ്ഥാപനം രജിസ്ട്രേഷൻ എടുത്തത്. പക്ഷെ GST രജിസ്ട്രേഷൻ എടുത്തു, GST നമ്പർ കിട്ടി, അത്രേ ഉള്ളൂ. ഇതുവരെ എന്റെ ഷോപ്പിൽ സപ്ലൈ ഒന്നും നടന്നിട്ടില്ല, പർച്ചേസോ സെയിലോ ഒന്നും ആ ജൂൺ മാസം ഒന്നും നടന്നിട്ടില്ല. സങ്കല്പിക്കുക, രജിസ്ട്രേഷൻ എടുത്തേ ഉള്ളൂ. അപ്പോ ഈ GSTR 1-ഉം 3-ഉം ചെയ്യണോ? ചെയ്യണം. ആ ഒരു മാസം ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല എങ്കിൽ പോലും നിർബന്ധമായും ജൂൺ മാസത്തേക്ക് വേണ്ടിയിട്ട് GSTR 1-ഉം GSTR 3-ഉം നമ്മൾ നിർബന്ധമായിട്ടും ഫയലിംഗ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, GSTR 1-ലും GSTR 3-ലും ആ മാസത്തെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു GST ബന്ധപ്പെട്ട് അതെല്ലാം GST അതോറിറ്റിയെ അറിയിക്കാനുള്ള ഒരു പ്രോസസ്സാണ് GSTR 1-ഉം 3-ന്റെ ഫയലിംഗ് എന്ന് പറയുമ്പോൾ. എന്നാൽ ആ ഒരു മാസം GST ബന്ധപ്പെട്ട് എന്നല്ല, ഒരു സപ്ലൈ പോലും നടന്നിട്ടില്ല, പർച്ചേസോ സെയിൽസോ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ എന്തറിയിക്കാനാണ്? ഒന്നും നടന്നിട്ടില്ല ആ മാസം എന്ന് അതോറിറ്റി അറിയിക്കണം. അതെങ്ങനെ അറിയിക്കും? അത്തരം ഫയലിങ്ങിനെ വിളിക്കുന്ന പേരാണ് നിൽ റിട്ടേൺ ഫയലിംഗ്. NIL, നിൽ, ഒന്നുമില്ല, ഒന്നുമില്ലാത്ത റിട്ടേൺ ആണ് എന്ന് അതോറിറ്റി അറിയിക്കുക. ക്ലിയർ? ഓക്കെ. അപ്പോ ഒരു സപ്ലൈ നടന്നിട്ടില്ലെങ്കിൽ പോലും നിർബന്ധമായും GSTR 1-ഉം GSTR 3-ഉം മന്ത്ലി ചെയ്യണം. ഓക്കെ. ഇനി അതുപോലെയാണ് ആ ഒരു വർഷം 12 മാസവും ഒന്നും നടന്നിട്ടില്ല എങ്കിൽ പോലും GSTR 9 ചെയ്യണം. GSTR 9-ലൂടെ ഒന്നും ഇല്ലായിരുന്നു എന്ന് അതോറിറ്റി അറിയിക്കണം. നിൽ റിട്ടേൺ GSTR 9. ഇത് ലോജിക് കേട്ടോ. അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അതിലൂടെ അറിയിക്കുക, ഇതെല്ലാം നടന്നു എന്ന് അതോറിറ്റിയെ. ഒന്നും നടന്നില്ല എങ്കിൽ നടന്നില്ല എന്ന് അതോറിറ്റി അറിയിക്കുക ആ റിട്ടേൺ ഫോമിലൂടെ. അല്ലാതെ ഒന്നും നടന്നില്ല എന്ന് കരുതിയിട്ട് റിട്ടേൺ ചെയ്യാതിരിക്കാൻ പാടില്ല, നിർബന്ധമായിട്ടും റിട്ടേൺ ചെയ്യണം. ഇനി നമുക്ക് ഇനി എന്താ അറിയേണ്ടത്? GSTR 1 എന്ന റിട്ടേൺ ഫോമിലൂടെ എന്താണ് അതോറിറ്റിയെ അറിയിക്കേണ്ടത്? GSTR 3B എന്ന റിട്ടേൺ ഫോമിലൂടെ എന്താണ് അതോറിറ്റിയെ അറിയിക്കേണ്ടത്? ഒരു മാസം ഈ രണ്ട് ഫോമിന്റെ ആവശ്യം എന്താണ്? GSTR 1 എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ പർപ്പസേ ഉള്ളൂ, ആ മാസം നടന്ന നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ആ ഒരു മാസം നടന്ന സെയിൽസ് മാത്രം കാണിക്കാനുള്ള ഒരു റിട്ടേൺ ഫോമാണ് GSTR 1. ഇപ്പൊ ജൂൺ മാസത്തെ ആണെങ്കിൽ ജൂൺ മാസം 1 മുതൽ ജൂൺ മാസം 30-ാം തീയതി വരെ എത്ര സെയില് നടന്നു, സെയില് നടന്നപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എത്ര ടാക്സ് ഞാൻ കളക്ട് ചെയ്തു. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും, അല്ലെ? അപ്പോ എത്ര സെയിൽ നടന്നു, ആ സെയിൽ നടന്നപ്പോൾ എത്ര ടാക്സ് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തു, ആ ഡീറ്റെയിൽസ് കാണിക്കേണ്ടതാണ് GSTR 1-ൽ. അത് മാത്രം കാണിച്ചാൽ മതി. ക്ലിയർ അല്ലേ? നമ്മൾ കേരളത്തിനകത്ത് സെയിൽ നടത്തിയോ, കേരളത്തിന് പുറത്തേക്ക് സെയിൽ നടത്തിയോ, രജിസ്ട്രേഷൻ ഉള്ള കസ്റ്റമർക്ക് സെയിൽ നടത്തിയോ, രജിസ്ട്രേഷൻ ഇല്ലാത്ത കസ്റ്റമർക്ക് സെയിൽ നടത്തിയോ, ടാക്സ് ഇല്ലാത്ത GST ഇല്ലാത്ത ഗുഡ്സ് സർവീസ് സെയിൽ നടത്തിയോ, എന്തോ ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് സെയിൽ നടന്നോ എല്ലാ ടൈപ്പ് സെയിലും നമുക്ക് GSTR 1 എന്ന ഫോമിലൂടെ GST അതോറിറ്റിയെ അറിയിക്കാൻ സാധിക്കും. അതിനാണ് GSTR 1-ന്റെ ഫയലിംഗ്. ക്ലിയർ? ഇനി GSTR 3B. GSTR 3B എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ
3B എന്ന ഫോമിന്റെ പ്രധാന പർപ്പസ് മന്ത്ലി ടാക്സ് പേയ്മെന്റ് ചെയ്യുക എന്നത് മാത്രമാണ് അതിന്റെ പർപ്പസ്. മന്ത്ലി നമുക്ക് എത്ര ടാക്സ് ഗവൺമെന്റിന് അടയ്ക്കാനുണ്ട് അത് കണ്ടെത്തി അത് അടയ്ക്കുകയാണ് GST 3Bയുടെ പർപ്പസ്. അപ്പൊ ഒരു ചോദ്യം വരാം, നമ്മൾ സെയിൽസ് മാത്രം കാണിക്കാൻ വേണ്ടി GSTR 1 എന്നൊരു ഫോം ഫയൽ ചെയ്തു എങ്കിൽ പർച്ചേസ്, ആ ഒരു മാസം നടത്തിയ പർച്ചേസ് മാത്രം കാണിക്കാൻ വേണ്ടി നമുക്ക് റിട്ടേൺസ് ഒന്നും ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. GSTR 3Bന്റെ ആവശ്യം പർച്ചേസ് കാണിക്കുക എന്നുള്ളതല്ല, ടാക്സ് അടയ്ക്കുകയാണ് GSTR 3Bയുടെ പർപ്പസ്. അപ്പോ പർച്ചേസ് കാണിക്കാൻ ഒരു ഫോമിന്റെ ആവശ്യമില്ലേ? അത് ആവശ്യം നമ്മൾ ആയിട്ട് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ പർച്ചേസ് നടത്തുന്നു. നമ്മളിപ്പോ ഒരു രജിസ്ട്രേഷൻ എടുത്ത ഒരു ബിസിനസ്സുകാരന്റെ കയ്യിൽ നിന്ന്, അതായത് നമ്മളെപ്പോലെ GST രജിസ്ട്രേഷൻ എടുത്ത മറ്റൊരു സപ്ലയർ ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ, പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സപ്ലയർക്ക് GST കൊടുക്കും അല്ലെ? GST കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. അപ്പോ ആ നമ്മുടെ പർച്ചേസ് ഡീറ്റെയിൽസ് നമ്മളായിട്ട് ഒരിടത്തും കാണിക്കുന്നില്ല. കാരണം നമ്മളായിട്ട് അത് കാണിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എവിടെ നിന്നാണോ പർച്ചേസ് നടത്തിയത്, ആ സപ്ലയർ അല്ലെ, നമുക്ക് സെയിൽ നടത്തിയ സെല്ലർ, അദ്ദേഹത്തിന്റെ GSTR 1 കാണിക്കുന്നുണ്ട് നമുക്ക് നടത്തിയ സെയില്. ശരിയല്ലേ? കാരണം GST രജിസ്ട്രേഷൻ എടുത്ത എല്ലാവരും GSTR 1 ചെയ്യും. നമ്മളും ചെയ്തു നമ്മുടെ സെയില്. അതുപോലെ നമ്മൾ എവിടുന്ന് പർച്ചേസ് നടത്തി, ആ നമ്മുടെ സപ്ലയർ, നമുക്ക് സെയിൽ നടത്തിയ നമ്മുടെ സെല്ലർ, അദ്ദേഹത്തിന്റെ GSTR 1 ചെയ്യുമ്പോൾ അതിൽ കാണിക്കും നമുക്ക് നടത്തിയ സെയില്. ശരിയല്ലേ? അപ്പോ അത് നമുക്ക് നമ്മുടെ GSTR 2B, എന്താണ് GSTR 2B എന്ന ഫോമിൽ അത് ഓട്ടോമാറ്റിക് വരും, നമുക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ട്. ക്ലിയർ? അപ്പോ നമ്മുടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഒരിടത്തും കാണിക്കണ്ട, അത് നമ്മുടെ മുമ്പിൽ ഓട്ടോമാറ്റിക് വരും. എവിടുന്നാ? നമ്മുടെ സപ്ലയറിന്റെ GSTR 1 നമ്മുടെ ഏത് ഫോമിലാ വരുന്നേ? നമ്മുടെ GSTR 2B എന്ന ഫോമിൽ അത് ഓട്ടോമാറ്റിക് വരും. ക്ലിയർ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോ നമ്മുടെ സെയില് നമ്മുടെ GSTR 1 കാണിച്ചു അല്ലെ? അത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ GSTR 2Bയില് ഓട്ടോമാറ്റിക് പോകും. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് പർച്ചേസ് കാണിക്കാൻ വേണ്ടി നമ്മളായിട്ട് ഒരിടത്തും കാണിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, നമ്മളിലേക്ക് ഓട്ടോമാറ്റിക് വരുന്നു നമ്മുടെ സപ്ലയറിന്റെ GSTR 1 അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഇവിടെ നമുക്ക് GSTR 1 ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്, GSTR 2Bയും മനസ്സിലായിട്ടുണ്ട്. GSTR 3Bന്റെ ആവശ്യം എന്താണ്? ടാക്സ് പേയ്മെന്റ് ചെയ്യുക. ഈ ടാക്സ് അടയ്ക്കുന്നത് എന്താണ്? അത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ സെയിൽ ചെയ്യുന്നു. ഇപ്പൊ എനിക്കൊരു മൊബൈൽ ഷോപ്പാണ്, മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യുന്നു, മൊബൈൽ ഫോൺ സെയിൽ ചെയ്യുന്നു. സോ ഞാൻ ജൂൺ മാസം മൊബൈൽ ഫോൺ സെയിൽ നടത്തി. 1000 രൂപയ്ക്കാണ് സെയിൽ നടത്തിയത് മൊബൈൽ ഫോൺ. ഒരു 50 രൂപ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് കളക്ട് ചെയ്തു. 50 രൂപ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് ടാക്സ് കളക്ട് ചെയ്തു. അപ്പോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ ഔട്ട്പുട്ട് 50 രൂപ, അത് ഞാൻ ഗവൺമെന്റിന് അടയ്ക്കാനുള്ള എന്റെ ലൈബിലിറ്റിയാണ്. ക്ലിയർ? ഇത് ഞാൻ എവിടെ കാണിക്കുന്നുണ്ട്? എന്റെ GSTR 1 കാണിക്കുന്നുണ്ട്. ഈ 1000 രൂപ സെയിൽ എമൗണ്ടും 50 രൂപ ടാക്സ് ലൈബിലിറ്റി എമൗണ്ടും എന്റെ GSTR 1 ഞാൻ കാണിക്കും. കാരണം
എന്റെ GSTR1 എന്ന് പറഞ്ഞാൽ എന്റെ സെയില് കാണിക്കാനുള്ള റിട്ടേൺ ഫോം ആണ്. അതിൽ കാണിക്കുന്നുണ്ട്. ഇതേ ജൂൺ മാസം ഞാൻ എന്ത് ചെയ്തു? ഒരു 500 രൂപയ്ക്ക് ഒരു മൊബൈൽ പർച്ചേസ് നടത്തി. അതിൽ 25 രൂപ ഇൻപുട്ട് ടാക്സ് സപ്ലറിന് കൊടുത്ത്, അതായത് 500 രൂപയുടെ മൊബൈൽ ഫോൺ പർച്ചേസ് നടത്തിയപ്പോൾ 25 രൂപ സപ്ലറിന് കൊടുത്താണ് മൊബൈൽ പർച്ചേസ് നടത്തിയത്. ക്ലിയർ? അപ്പോ ആ 500ഉം 25ഉം എന്റെ GSTR 2B എന്ന ഫോമിൽ ഓട്ടോമാറ്റിക് എനിക്ക് കാണാൻ സാധിക്കും. ശരിയല്ലേ? ഞാൻ ആ 500 രൂപ 25 ഇൻപുട്ടും കൊടുത്ത സപ്ലയർ ഉണ്ടല്ലോ, ആ സപ്ലയർ എന്റെ സെല്ലറാണ് അല്ലെ. അദ്ദേഹം എനിക്ക് സെയിൽ നടത്തിയതായിട്ട് അദ്ദേഹത്തിന്റെ GSTR1 കാണിക്കും. ആ കാരണത്താൽ ഈ എന്റെ പർച്ചേസ് വാല്യൂ 500ഉം 25 ഇൻപുട്ടും എന്റെ GSTR 2B ഓട്ടോമാറ്റിക് വരും. അപ്പോ ജൂൺ മാസത്തെ എന്റെ GSTR1 1000 രൂപ 50 രൂപ സെയിൽ ഔട്ട്പുട്ട് ഞാൻ കൊടുക്കുന്നു. ജൂൺ മാസത്തെ എന്റെ GSTR 2B 500 രൂപ പർച്ചേസ് വാല്യൂ, 25 രൂപ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് എന്റെ 2B കാണാൻ സാധിക്കും. GST റൂൾ പ്രകാരം സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ടാക്സ് ഇവിടെ 50 രൂപ. പർച്ചേസ് നടത്തിയപ്പോൾ സപ്ലയറിന് കൊടുത്ത ടാക്സ് 25 രൂപ. ആ 50ൽ നിന്ന് 25 രൂപ കുറയ്ക്കാം. കുറച്ചിട്ട് ബാക്കി വരുന്ന ഔട്ട്പുട്ട് ടാക്സ് 25 മാത്രമേ ക്യാഷ് ആയിട്ട് ഗവൺമെന്റിന് അടയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ക്ലിയർ? അത് ഓട്ടോമാറ്റിക് GSTR 3B വന്നിരിക്കും. എന്റെ GSTR1 1000 രൂപ 50 രൂപ ടാക്സ് ലയബിലിറ്റി ഉണ്ട്. എന്റെ GSTR 2B 500 രൂപ 25 രൂപ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് ഉണ്ട്, ഇൻപുട്ട് ടാക്സ്. അപ്പോ ആ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി 50 രൂപയിൽ നിന്നും ഇൻപുട്ട് ടാക്സ് 25 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള 25 ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി മാത്രമേ ക്യാഷ് ആയിട്ട് ഗവൺമെന്റിന് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഓട്ടോമാറ്റിക്കായി എന്റെ GSTR 3B എന്ന ഫോമിൽ വരും. ആ വന്ന 25 രൂപ ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ജസ്റ്റ് ഓൺലൈൻ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഇത് പേയ്മെന്റ് ചെയ്യാം അതോറിറ്റിയിലേക്ക്. അത്രേ ഉള്ളൂ. ക്ലിയർ? സോ ഇവിടെ നമുക്ക് 3 ഫോമിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. GSTR1, GSTR 2B, GSTR 3B. ക്ലിയർ അല്ലേ? GSTR1 ഞാൻ എന്റെ സെയിലും ഔട്ട്പുട്ടും ഞാനായിട്ട് കാണിക്കുന്നു. GSTR 2B എന്ന ഫോമിൽ എന്റെ പർച്ചേസും ഇൻപുട്ട് ടാക്സും സപ്ലയറിന്റെ GSTR1 നിന്ന് എന്റെ 2B ഓട്ടോമാറ്റിക് വരുന്നു. ഇനി എന്റെ GSTR1 ഔട്ട്പുട്ട് ടാക്സ് 50, എന്റെ GSTR 2B ഇൻപുട്ട് 25 മൈനസ് ആകുന്നു. ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, ബാക്കിയുള്ള ഔട്ട്പുട്ട് 25 രൂപ എന്റെ GSTR 3B ഓട്ടോമാറ്റിക് വരുന്നു. അത് ഞാൻ 3B ഓപ്പൺ ചെയ്ത് നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു മാസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു മാസം. ഓക്കെ. സോ നമുക്ക് ഇനി ഇപ്പൊ ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? ഈ GSTR1 എന്ന റിട്ടേൺ ഫോം എങ്ങനെയാണ് നമ്മൾ ഫയലിംഗ് ചെയ്യുന്നത്? GSTR1 എന്ന റിട്ടേൺ ഫോമിൽ സെയിൽസ് എങ്ങനെ ഡാറ്റ എൻറ്റർ ചെയ്യും? സെയിൽസ് ഡാറ്റ എങ്ങനെ എൻറ്റർ ചെയ്യും? ദെൻ GSTR 2B എന്ന ഫോമിൽ നമ്മൾ എങ്ങനെ നമ്മുടെ പർച്ചേസും ടാക്സും കാണാൻ സാധിക്കും? അത് എപ്പോഴാണ് ഓട്ടോമാറ്റിക് വരുന്നേ? സപ്ലയറിന്റെ GSTR1 നിന്ന്. സപ്ലയറിന്റെ GSTR1 നിന്ന് നമ്മുടെ GSTR 2B എന്ന ഫോമിലേക്ക് പർച്ചേസും ഇൻപുട്ടും വരാതിരിക്കുമോ?
വരുമോ, കംപ്ലീറ്റ് മൊത്തമായിട്ട് വരുമോ? ഒരുപാട് കാര്യം ഇവിടെ പറയാനുണ്ട് നമുക്ക്. ഇനി GST 3B എന്ന ഫോമിലൂടെ എങ്ങനെ ടാക്സ് പേയ്മെന്റ് ചെയ്യും അറിയണം. ക്ലിയർ അല്ലേ? യെസ്. സോ നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇവിടെ GSTR 2B എന്ന ഫോമില് നമുക്കായിട്ട് വലിയ പണി വരുന്നില്ല അല്ലെ. 2Bയിലെ പർച്ചേസ് ഇൻപുട്ടും ഓട്ടോമാറ്റിക് വരുന്നു. ആ ഇൻപുട്ട് തന്നെ സെറ്റ് ഓഫ് നടന്ന ശേഷം 3Bയിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നു. നമ്മളായിട്ട് പ്രത്യേകിച്ച് പണി നമുക്ക് 2Bയിൽ വരുന്നില്ല. അപ്പൊ നമ്മളായിട്ട് ചെയ്യുന്ന ജോലി അത് എവിടെയാ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മുടെ GSTR 1ലും നമ്മുടെ GSTR 3Bയിലുമാണ്. സോ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മുടെ GSTR 1ലും GSTR 3Bയിലുമാണ്. നമ്മുടെ GSTR 1 എങ്ങനെയാണ് ഫയലിംഗ് ചെയ്യേണ്ടത് പഠിക്കണം. നമ്മുടെ GSTR 3B എങ്ങനെ ഫയലിംഗ് ചെയ്യാം പഠിക്കണം. GSTR 1 എന്ന ഫോം ആദ്യം എടുക്കാം. GSTR 1 എന്ന ഫോമിനകത്ത് ഒരു 19 ബോക്സ് ഉണ്ട്. എത്രയുണ്ട്? 19 ബോക്സ്. 19 ബോക്സ്. 19 ബോക്സ് അടങ്ങിയ ഒരു റിട്ടേൺ ഫോമാണ് GSTR 1. 19 ബോക്സ്. ആ 19 ബോക്സും ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിക്കണം. എന്നാൽ നമുക്ക് ഒരു മാസം GSTR 1 ഓപ്പൺ ചെയ്ത് 19 ബോക്സിലും ഡാറ്റ എൻറ്റർ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആ മാസം നമ്മുടെ ബിസിനസ് ബന്ധപ്പെട്ട് എന്തെല്ലാം ഡാറ്റയാണോ ഉള്ളത്, നമുക്ക് എന്തൊക്കെ ടൈപ്പ് സെയിലാണോ ഉള്ളത്, അത് മാത്രം, അത് ഏത് ബോക്സിൽ, ഈ 19 ബോക്സിൽ ഏത് ബോക്സിലാണ് അത് കാണിക്കേണ്ടത്, ആ ബോക്സിൽ മാത്രം പോയി അത് കാണിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ മാസവും 19 ബോക്സിലും ഡാറ്റ കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് വരത്തില്ല. അത് ഓരോ ബിസിനസ് ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇനി GSTR 3B. GSTR 3B എന്ന ഫോമിൽ അതൊരു ചെറിയ ഫോമാണ്, ഒരു സമ്മറി ഫോമാണ്. അതിൽ വെറും 5 ബോക്സേ ഉള്ളൂ. വെറും 5 ബോക്സ് മാത്രം അടങ്ങിയ ഒരു റിട്ടേൺ ഫോമാണ് GSTR 3B എന്ന് പറഞ്ഞാൽ. GSTR 3B എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? യെസ്. സോ നമുക്ക് GSTR 1ന്റെ ആ 19 ബോക്സ് പഠിക്കുകയാണ് പ്രധാനപ്പെട്ട ജോലി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. GSTR 1ലെ ഒന്നാമത്തെ ബോക്സ് എല്ലാവരും ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കോ. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. GSTR 1ലെ ഒന്നാമത്തെ ബോക്സ് നോട്ട് ചെയ്തോ. അത് B2B സെയില് കാണിക്കേണ്ടതാണ്. ഒന്നാമത്തെ ബോക്സ് B2B, ബിസിനസ് ടു ബിസിനസ്. ബിസിനസ് ടു ബിസിനസ് സെയില് കാണിക്കേണ്ടതാണ് ഒന്നാമത്തെ B2B സെയില് എന്ന ബോക്സ്. എന്താണ് B2B സെയില്? നമുക്ക് എന്തായാലും GST രജിസ്ട്രേഷൻ ഉണ്ട്, GST നമ്പർ ഉണ്ട്, അതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. നമ്മൾ സെയിൽ ചെയ്യുന്ന നമ്മുടെ കസ്റ്റമർക്കും GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ, GST നമ്പർ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഉള്ള കസ്റ്റമർക്ക്, മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന് നമ്മൾ സെയിൽ നടത്തിയാൽ അത്തരം സെയിലിനെ വിളിക്കാം B2B സെയില്. ക്ലിയർ? അപ്പോ അങ്ങനെ B2B സെയിൽ കാണിക്കേണ്ടതാണ് ഒന്നാമത്തെ ബോക്സ്. ആ ബോക്സിൽ നമുക്ക് ആ ഒരു മാസം എത്ര B2B സെയിൽ നടന്നു, ആ ഓരോ സെയിലും 1 by 1 ആയിട്ട് ആ ബോക്സിൽ ഡാറ്റ എൻറ്റർ ചെയ്യണം. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് ടാക്സ് ഇൻവോയ്സ് കൊടുക്കും, ബില്ല് അറിയാലോ. ഉറപ്പായിട്ടും സെയിൽ ചെയ്യുമ്പോൾ
ഇൻവോയ്സ് കൊടുക്കും അല്ലെ. നമ്മൾ സെയിൽ ബില്ല് കൊടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ ഹെഡിങ് നമ്മുടെ പേരായിരിക്കും അല്ലെ, നമ്മുടെ ഷോപ്പിന്റെ പേര്, നമ്മുടെ അഡ്രസ്, നമ്മുടെ GST നമ്പർ. അതിന്റെ അടിയിലായിട്ട് കസ്റ്റമറിന്റെ സ്ഥാപനത്തിന്റെ പേര്, കസ്റ്റമറിന്റെ GST നമ്പർ ഉണ്ടാകും അല്ലെ. അപ്പൊ ആ ബില്ലാണ് B2B ബില്ല്. അത് പിന്നെ അതിനകത്ത് എന്ത് ഐറ്റമാണ് സെയിൽ ചെയ്തേ, ആ ഐറ്റത്തിന്റെ പേര്, ആ ഐറ്റത്തിന്റെ റേറ്റ് ഓഫ് GST, ആ ഐറ്റത്തിന്റെ ടാക്സബിൾ വാല്യൂ, ആ ഐറ്റത്തിന്റെ ടാക്സബിൾ വാല്യൂ പ്ലസ് ടാക്സ് എമൗണ്ട്, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ, അതെല്ലാം അടങ്ങിയ ഒരു സെയിൽ ഇൻവോയ്സ് ടാക്സ് ബില്ല് നമ്മൾ കസ്റ്റമറിന് കൊടുക്കും അല്ലെ. അപ്പൊ ആ ഒരു ബില്ലിൽ കസ്റ്റമറിന്റെ അഡ്രസ്സിൽ കസ്റ്റമറിന്റെ GST നമ്പർ ഉണ്ടെങ്കിൽ അത് B2B സെയിലാണ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻവോയ്സും 1 by 1 കാണിക്കണം. ഒന്നാമത്തെ B2B ഇൻവോയ്സ് എടുത്തു, എന്റെ കയ്യില് ഒരു ബണ്ടിൽ B2B ഇൻവോയ്സ് ഉണ്ട്. ജൂൺ 1 മുതൽ ജൂൺ 30 വരെ നടന്ന ബില്ലാണ് ഇതൊക്കെ. സങ്കല്പിക്കുക, ഞാൻ എന്ന് ടേബിളിന്റെ പുറത്ത് വെച്ചു, അതിൽ ഒന്നാമത്തെ B2B ഇൻവോയ്സ് എടുത്തു. ആ ബില്ലിൽ കാണുന്ന അതേ കാര്യങ്ങൾ B2B ബോക്സിൽ ഡാറ്റ എൻറ്റർ ചെയ്തു, സേവ് ചെയ്തു, ആ ബില്ല് മാറ്റി വെച്ചു. അടുത്ത B2B ഇൻവോയ്സ് എടുത്തു, അതിൽ കാണുന്ന ഡേറ്റയും എൻറ്റർ ചെയ്തു, സേവ് ചെയ്തു. അങ്ങനെ ഓരോ ഇൻവോയ്സും 1 by 1 ആയിട്ട് ഡാറ്റ നമ്മൾ എൻറ്റർ ചെയ്യണം. 1 by 1 ആയിട്ട് ഡാറ്റ നമ്മൾ എൻറ്റർ ചെയ്യണം. ക്ലിയർ? നമുക്ക് ഒരു മാസം 10,000-ഓളം B2B ഇൻവോയ്സ് ഉണ്ടെങ്കിൽ 10,000 B2B ഇൻവോയ്സും 1 by 1 ആയിട്ട് നിർബന്ധമായിട്ടും ഡാറ്റ എൻറ്റർ ചെയ്യണം. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, സോ നമ്മൾ ഡാറ്റ എൻട്രി പഠിക്കും. ആദ്യം നമുക്ക് ആ ഒരു ബോക്സിന്റെ ഒരു ഐഡിയ, B2B എന്താണ്, ഒരു ഐഡിയ മാത്രം ആദ്യം നമുക്ക് വേണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, GSTയുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് GSTR1 എന്ന ഫോം ഓപ്പൺ ചെയ്ത് ആ ഓൺലൈൻ ഫോമിൽ ഡാറ്റ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഡാറ്റ ചെയ്ത് പഠിക്കാം. അതിനു മുമ്പ് ഈ ഒരു ഐഡിയ നമുക്ക് വേണം. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അതാണ് B2B ബോക്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ. ഇനി രണ്ടാമത്തെ ബോക്സ് B2C ആണ്. B2C എന്ന് പറഞ്ഞാൽ എന്താണ്? B2C എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് GST നമ്പർ ഇല്ല. GST നമ്പർ ഇല്ലാത്ത കസ്റ്റമർക്ക് നമ്മൾ സെയിൽ നടത്തിയാൽ അത്തരം സെയിൽസിനെ വിളിക്കാം B2C. ക്ലിയർ അല്ലേ? യെസ്. എന്ന് പറയുമ്പോ സാധാരണ ഒരു കൺസ്യൂമർക്ക് അല്ലെ, നമ്മളെ പോലുള്ള ഒരു എൻഡ് കൺസ്യൂമർക്ക് സെയിൽ നടത്തിയാൽ അത് B2C ആണ്. അല്ല എങ്കിൽ GST രജിസ്ട്രേഷൻ ഇതുവരെയും എടുക്കാത്ത, GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനത്തിന് നമ്മൾ സെയിൽ നടത്തിയാൽ ആ സെയിൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? B2C എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? യെസ്. ഇതാണ് ലോജിക് കേട്ടോ. ഓക്കെ, അപ്പോ B2B മനസ്സിലായി, B2C മനസ്സിലായി. പക്ഷേ നമുക്കിവിടെ ഒന്നാമത്തെ ബോക്സ് B2B, അത് ക്ലിയർ ആണ്. രണ്ടാമത്തെ ബോക്സ് B2C, അതും ക്ലിയർ ആണ്. എന്നാൽ മൂന്നാമത്തെ ബോക്സും B2C ആണ്. മൂന്നാമത്തെ ബോക്സും എന്താണ്? B2C ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ബോക്സ് B2C ആണ്. ചെറിയ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ B2C ബോക്സിനെ ഇങ്ങനെ വിളിക്കാം, B2C ലാർജ്, B2C L ലാർജ് എന്ന് വിളിക്കാം.
മൂന്നാമത്തെ B2C ബോക്സിനെ ഇങ്ങനെ വിളിക്കാം B2C സ്മാൾ, B2C സ്മാൾ എന്ന് വിളിക്കാം. B2C ലാർജുമുണ്ട്, B2C സ്മാളുമുണ്ട്. B2C ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? ഏത് തരം B2C സെയിലാണ് B2C ലാർജ് എന്ന ബോക്സിൽ കാണിക്കേണ്ടത്? ഏത് തരം B2C സെയിലാണ് B2C സ്മാൾ എന്ന ബോക്സിൽ കാണിക്കേണ്ടത്? അതിൽ അറിയേണ്ടത് യെസ് B2C ആണ്. ആ കസ്റ്റമർ, നമ്മൾ സെയിൽ നടത്തിയ ആ C എന്ന കസ്റ്റമർ, അതായത് അൺരജിസ്റ്റേർഡ് ആയ കസ്റ്റമർ വേറെ സംസ്ഥാനത്തായിരിക്കണം. അതായത് കേരളത്തിന് പുറത്തുള്ള മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ള ഒരു അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് സെയിൽ നടത്തിയത് B2C ആണല്ലോ. അതെ. പ്ലസ് ആ ഒരു സെയിൽ ഇൻവോയ്സ് വാല്യൂ, 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട് എങ്കിൽ 2.5 lakh എബോവ് ഇൻവോയ്സ് വാല്യൂ ആണ് ടോട്ടൽ എമൗണ്ട്. സെയിൽ എമൗണ്ട് പ്ലസ് ടാക്സ് എമൗണ്ട്, ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. പ്ലസ് കസ്റ്റമർ വേറെ സംസ്ഥാനമായിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും ഒരുമിച്ച് വരുന്ന B2C സെയിലാണ് B2C ലാർജ് എന്ന ബോക്സിൽ കാണിക്കേണ്ടത്. ക്ലിയർ? ഓക്കെ. അപ്പോ B2C ലാർജ് എന്ന ബോക്സിൽ കാണിക്കേണ്ടത് ഏത് തരം B2C ആണ്? ആ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് വരുന്ന B2C ആണ് അല്ലെ? ഒന്നാമത്തെ കണ്ടീഷൻ ഏതാ? കസ്റ്റമർ, ആ അൺരജിസ്റ്റേർഡ് ആയ കസ്റ്റമർ വേറെ സംസ്ഥാനത്തായിരിക്കണം. പ്ലസ് ഇൻവോയ്സ് വാല്യൂ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരണം. രണ്ട് കണ്ടീഷനും ഒരുമിച്ച് വരുന്ന B2C സെയിലാണ് B2C ലാർജ് എന്ന ബോക്സിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. ഇനി B2C സ്മാൾ എന്ന ബോക്സിൽ ഏത് തരം B2C ആണ് കാണിക്കേണ്ടത്? ഒരു സംശയവും വേണ്ട, B2C ആണ്. അത് ലാർജ് അല്ല എങ്കിൽ സ്മാൾ ആയിരിക്കും. ലാർജ് അല്ല എങ്കിൽ അത് B2C സ്മാൾ ആയിരിക്കും. അത്രേ ഉള്ളൂ. B2C ആണ്, അത് ലാർജ് ആവണമെങ്കിൽ ആ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ചെയ്യുന്നില്ല എങ്കിൽ ആ B2C എന്തായിരിക്കും? B2C സ്മാൾ ആയിരിക്കും. അത് B2C സ്മാൾ എന്ന ബോക്സിൽ കാണിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, B2C ആണ്, കസ്റ്റമർ കേരളത്തിലാണ്. ഇൻവോയ്സ് വാല്യൂ 2 ലക്ഷം രൂപയാണ്. ഉറപ്പായിട്ട് എന്താ വരിക? അത് B2C സ്മാൾ. ലാർജ് ആകുന്നില്ല. ലാർജ് ആവണമെങ്കിൽ കസ്റ്റമർ വേറെ സംസ്ഥാനമാവണം. ഇൻവോയ്സ് വാല്യൂ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരണം. അടുത്ത്, കസ്റ്റമർ വേറെ സംസ്ഥാനമാണ്. അൺരജിസ്റ്റേർഡ് ആയ എന്റെ കസ്റ്റമർ കർണാടകയിലാണ്, സങ്കല്പിക്കുക. വേറെ സംസ്ഥാനത്താണ്. ഇൻവോയ്സ് വാല്യൂ 1 ലക്ഷമാണ്, 1 lakh. അപ്പോ അതെന്താ? ലാർജോ സ്മാളോ? സ്മാൾ. കാരണം കസ്റ്റമർ വേറെ സംസ്ഥാനമായിട്ട് മാത്രം കാര്യമില്ല. ഇൻവോയ്സ് വാല്യൂ 2.5 എബോവ് വരണം, എങ്കിലേ ലാർജ് വരത്തുള്ളൂ. ആ ലോജിക് കേട്ടോ. ക്ലിയർ അല്ലേ? യെസ്. ഇനി കസ്റ്റമർ കേരളത്തിലാണ്. ഇൻവോയ്സ് വാല്യൂ ഒരു 10 കോടിയാണ്, 10 crore ആണ്. എങ്കിലോ സ്മാൾ. കാരണം രണ്ട് കണ്ടീഷനും ഒരുമിച്ച് വരണം, എങ്കിലേ ലാർജ് ആകത്തുള്ളൂ. ഓക്കെ. അപ്പൊ B2C ആണ്. അത് ലാർജ് അല്ല എങ്കിൽ അത് എന്തായിരിക്കും? അത് സ്മാൾ ആയിരിക്കും. അത് ഓർമ്മയിലുണ്ടായാൽ മതി കേട്ടോ. ഓക്കെ. ഇനി അടുത്ത്, B2C ലാർജ് ആണ് സെയിൽ എങ്കിൽ അത് എങ്ങനെയാണ്
B2C ലാർജ് എന്ന ബോക്സിൽ കാണിക്കേണ്ടത്? ഒരു സംശയവും വേണ്ട. B2B എന്ന ബോക്സിൽ എങ്ങനെയാണോ സെയിൽസ് കാണിച്ചത് അതുപോലെ ഓരോ സെയിൽ ഇൻവോയ്സും 1 by 1 ഡാറ്റ എൻ്റർ ചെയ്തു പോകണം. B2C ലാർജ് ഇൻവോയ്സ് എടുത്തു, അതിൽ കാണുന്ന ഡേറ്റ ബോക്സിൽ എൻ്റർ ചെയ്തു, സേവ് ചെയ്തു. അടുത്ത B2C ലാർജ് ബില്ല് എടുത്തു, ഡേറ്റ എൻ്റർ ചെയ്തു, സേവ് ചെയ്തു, അങ്ങനെ പോകണം. ഓക്കെ. B2Bയിൽ എങ്ങനെയാണോ സെയിൽസ് ഡാറ്റ കൊടുത്തേ അതുപോലെ ആവണം B2C ലാർജിലും ഡാറ്റ കൊടുക്കേണ്ടത്. സെയിൽസ് ഓരോ ഇൻവോയ്സും 1 by 1 ചെയ്തു പോകണം. ഇനി B2C സ്മാൾ ആണെങ്കിൽ, B2C സ്മാൾ ആണെങ്കിൽ അങ്ങനെ വേണ്ട. ഓരോ ഇൻവോയ്സും 1 by 1 ചെയ്യേണ്ട ആവശ്യം ഇല്ല. ടോട്ടൽ സമ്മറി കാണിച്ചാൽ മതി. ആ ഒരു മാസം എത്ര മൊത്തം ടോട്ടൽ സെയിൽ നടന്നു B2C സ്മാൾ, അത് കാണിച്ചു പോയാൽ മതി. ആ സമ്മറി എങ്ങനെ തയ്യാറാക്കും? സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് വൈസ് സമ്മറിയാണ് തയ്യാറാക്കേണ്ടത്. സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് വൈസ്. അതെങ്ങനെ? ഞാൻ പറയുന്നു, B2C സ്മാൾ സെയിൽ നടന്നു. കേരളത്തിനകത്തുള്ള സ്റ്റേറ്റ് വൈസ്, കേരളത്തിനകത്തുള്ള B2C കസ്റ്റമേഴ്സിന് 5% റേറ്റ് ഓഫ് GST വരുന്ന റേറ്റ് വൈസ്. ക്ലിയർ അല്ലേ? കേരളത്തിനകത്തുള്ള സ്റ്റേറ്റ് വൈസ് 5% GST റേറ്റ് വരുന്ന റേറ്റ് വൈസ് ഒരു 10,000 രൂപയുടെ സെയിൽ നടന്നു. അതൊരു സമ്മറിയാണ്, അതുപോലെ കാണിക്കുക. അടുത്ത സമ്മറി, കേരളത്തിനകത്ത് 12% റേറ്റ് ഓഫ് GST വരുന്ന ഒരു 25,000 രൂപയ്ക്ക് സെയിൽ നടന്നു. അത് മറ്റൊരു സമ്മറിയാണ്. ക്ലിയർ അല്ലേ? ഇവിടെ സ്റ്റേറ്റ് സെയിം ആണെങ്കിലും റേറ്റ് ഓഫ് ടാക്സ് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അത് പ്രത്യേകം സമ്മറിയാക്കി മാറ്റി. അങ്ങനെ ഇനി കേരളത്തിനകത്തുള്ള കസ്റ്റമർക്ക് 18% GST റേറ്റ് വരുന്ന ഒരു 5,000 രൂപയ്ക്ക് സെയിൽ നടന്നു. അത് മറ്റൊരു സമ്മറിയാണ്. അപ്പൊ സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് വൈസ് സമ്മറി നമ്മൾ തയ്യാറാക്കി വെക്കണം ആദ്യമേ. അങ്ങനെ സമ്മറിയാണ് എന്ത് ചെയ്യേണ്ടത്? B2C സ്മാൾ എന്ന ബോക്സിൽ സെയിൽ കാണിക്കേണ്ടത്. അതുപോലെ കർണാടകയിലുള്ള കസ്റ്റമേഴ്സിന് 5% റേറ്റ് ഓഫ് ടാക്സിൽ ഒരു 10,000 രൂപയുടെ സെയിൽ നടന്നു. അപ്പോ റേറ്റ് ഓഫ് ടാക്സ് സെയിം ആണെങ്കിലും സ്റ്റേറ്റ് വേറെ ആയതുകൊണ്ട് അത് പ്രത്യേക സമ്മറിയാക്കി മാറ്റുക. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? B2C സ്മാളിൽ സെയിൽസ് കാണിക്കേണ്ടത്. B2C സ്മാളിൽ സെയിൽസ് കാണിക്കേണ്ടത്. ഓക്കെ. ഇനി മനസ്സിലാക്കേണ്ടത് അപ്പോ ഒന്നാമത്തെ ബോക്സ് B2B, രണ്ടാമത്തെ ബോക്സ് B2C ലാർജ്, മൂന്നാമത്തെ ബോക്സ് B2C സ്മാൾ. ഇനി നാലാമത്തെ ബോക്സ് ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തുവെങ്കിൽ അത് കാണിക്കേണ്ടതാണ്. നാലാമത്തെ ബോക്സ് രജിസ്റ്റേർഡ് കസ്റ്റമർ മീൻസ് ആരാ? രജിസ്ട്രേഷൻ ഉള്ള കസ്റ്റമർക്ക്, അതായത് B2B. ഒന്നാമത്തെ ബോക്സില്ലേ B2B കസ്റ്റമർ, ആ സെയിം കസ്റ്റമർ, ആ B എന്ന് പറയുന്ന രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് നമ്മൾ സെയിൽ ഇൻവോയ്സിന് പുറമെ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അത് കാണിക്കേണ്ടതാണ് ആ നാലാമത്തെ ബോക്സ്. ക്ലിയർ? യെസ്. അപ്പോ അവിടെ ഒരു കാര്യം അറിയണ്ടേ, എന്താണ് ഡെബിറ്റ് നോട്ട്, എന്താണ് ക്രെഡിറ്റ് നോട്ട്? ഞാൻ സെല്ലറായ ഞാൻ എപ്പോഴാണ് എന്റെ കസ്റ്റമർക്ക് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും കൊടുക്കുന്നേ? അത് അറിയണം. ഇപ്പോ ക്രെഡിറ്റ് നോട്ട് പറയാം ആദ്യം. ഞാൻ
എന്റെ കസ്റ്റമർക്ക് ഒരു 10,000 രൂപയുടെ ഗുഡ്സ് 10,000 സെയിൽ നടത്തി. സെയിൽ നടത്തിയപ്പോൾ സെയിൽ ഇൻവോയ്സ്, ടാക്സ് ഇൻവോയ്സ് കസ്റ്റമറിന് കൊടുത്തു. കസ്റ്റമർ ഗുഡ്സും കൊണ്ടുപോയി, ബില്ലും കൊടുത്തു, ഞാൻ പേയ്മെന്റ് മേടിച്ചു. ഞാൻ ഹാപ്പിയാണ്. എന്റെ സെയിൽ ബുക്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു എനിക്ക് 10,000 രൂപയുടെ സെയിൽ നടന്നു എന്ന്. എനിക്ക് 10,000 രൂപയുടെ സെയിൽ നടന്നു എന്ന് ഞാൻ എന്റെ സെയിൽ ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചു. ക്ലിയർ? 2 ദിവസം കഴിഞ്ഞപ്പോ ആ കസ്റ്റമറില്ലേ, ആ കസ്റ്റമർ അതിൽ ഒരു 2,000 രൂപയുടെ ഗുഡ്സ് തിരിച്ചു കൊണ്ടുവരുന്നു, വേണ്ട എന്ന് പറഞ്ഞിട്ട്. കസ്റ്റമർ റിട്ടേൺ കൊണ്ടുവരുന്നു, വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താ? എന്റെ സെയില് 10,000 ആയിരുന്നു ശരിക്കും നടന്നത്. അതിന് പ്രൂഫായിട്ട് സെയിൽ ഇൻവോയ്സ് ഉണ്ട്. ആ ഇൻവോയ്സ് നോക്കി എന്റെ സെയിൽ ബുക്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. പക്ഷെ ഇപ്പോ കസ്റ്റമർ 2,000 രൂപയുടെ ഗുഡ്സ് റിട്ടേൺ കൊണ്ടുവരുന്നു. എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്റെ സെയില് റിട്ടേൺ ആയി, എന്റെ സെയില് റിട്ടേൺ ആയി. അപ്പൊ ഉറപ്പായിട്ടും എന്റെ സെയില് ഇൻവോയ്സിലെ വാല്യൂ 2,000 കുറയ്ക്കണ്ടേ അല്ലെ? എന്റെ സെയിൽ ഇൻവോയ്സിലെ ഇപ്പോ എന്റെ കയ്യിലുള്ള സെയിൽ ഇൻവോയ്സിൽ 10,000 അല്ലേ കാണുന്നേ? ശരിക്കും ഇപ്പൊ 10,000 രൂപയുടെ സെയിൽ ഉണ്ടോ? ഇല്ല. 2,000 റിട്ടേൺ കൊണ്ടുവന്നു കസ്റ്റമർ. അപ്പൊ എനിക്കിപ്പോ ശരിക്കും 8,000 രൂപയുടെ സെയിലേ ഉള്ളൂ, 10,000 രൂപയ്ക്ക് സെയിൽ ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോ 2,000 രൂപയുടെ സെയില് എമൗണ്ട് കസ്റ്റമർ റിട്ടേൺ കൊണ്ടുവന്നു. എന്റെ സെയിൽ ഇൻവോയ്സിൽ 2,000 വാല്യൂ കുറയ്ക്കണ്ടേ? കുറയ്ക്കണം. അപ്പോ എന്റെ സെയിൽ ഇൻവോയ്സിൽ 2,000 രൂപയുടെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഒരു 2,000 രൂപയുടെ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? എന്റെ സെയിൽ ഇൻവോയ്സിലെ വാല്യൂ കുറയ്ക്കാൻ വേണ്ടി എനിക്ക് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാം. അപ്പോ സെല്ലർ ക്രെഡിറ്റ് നോട്ട് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്? സെല്ലറിന്റെ സെയിൽ ഇൻവോയ്സിലെ വാല്യൂ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ കുറയ്ക്കാൻ വേണ്ടിയാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അല്ലാതെ കസ്റ്റമർ സെയിൽ റിട്ടേൺ ആകുമ്പോഴാണ്, സെയിൽസ് റിട്ടേൺ ആകുമ്പോഴാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുക എന്നല്ല പറയേണ്ടത്. സെയിൽ റിട്ടേൺ ആയത് ഒരു സാഹചര്യം മാത്രം. എന്റെ സെയിൽ ഇൻവോയ്സിലെ വാല്യൂ കുറയ്ക്കാനുണ്ടായ ഒരു സാഹചര്യം മാത്രം ആണ് ഏത് ഇവിടെ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്ന കേസ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തേ? സെയിൽ ഇൻവോയ്സിലെ വാല്യൂ കുറയ്ക്കേണ്ടി വന്നു. കുറയ്ക്കാൻ വേണ്ടി ഒരു ഡോക്യുമെന്റ് വേണം. ആ ഡോക്യുമെന്റ് ആണ് ക്രെഡിറ്റ് നോട്ട്. ക്ലിയർ അല്ലേ? അപ്പോ ഇപ്പോ എന്റെ കയ്യിൽ 10,000 രൂപയുടെ സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്. അതിന്റെ കൂടെ 2,000 രൂപയുടെ ക്രെഡിറ്റ് നോട്ടും ഉണ്ട്. രണ്ടും ഒരുമിച്ച് പിൻ ചെയ്ത് കീപ്പ് ചെയ്യുക. നെറ്റ് എഫക്റ്റ് 8,000 രൂപ സെയില്. ക്ലിയർ? ആ എമൗണ്ട് ബുക്കിലും നോട്ട് ചെയ്ത് വെക്കാം. 8,000 ആണ് കറണ്ട് സെയിൽ എമൗണ്ട്. ക്ലിയർ? ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു 10,000 രൂപയുടെ സെയിൽ നടത്തി. കസ്റ്റമർക്ക് ഒരു 10,000 രൂപയുടെ സെയിൽ നടത്തി, 10,000. പക്ഷേ സെയിൽ നടത്തി, സെയില് ഇൻവോയ്സ് തയ്യാറാക്കിയപ്പോൾ ആ ഇൻവോയ്സിനകത്ത് എന്റെ ഷോപ്പിലെ സെയിൽസ്മാന് ഒരു മിസ്റ്റേക്ക് പറ്റി. സെയിൽസ്മാൻ എന്ത് ചെയ്തു? സെയിൽ ബില്ല് റൈസ് ചെയ്തപ്പോൾ 10,000 കാണിക്കേണ്ട സ്ഥാനത്ത് 11,000 കാണിച്ചു പോയി. 1,000 രൂപ അറിയാതെ കൂട്ടിപ്പോയി. അങ്ങനെ ഇൻവോയ്സ് റൈസ് ചെയ്ത് കൊടുത്തു. അപ്പോ മിസ്റ്റേക്ക് അല്ലേ? സെയിൽ ഇൻവോയ്സിൽ 1,000 കൂടിപ്പോയില്ലേ? മിസ്റ്റേക്ക് ആണ്. സെയിൽ ഇൻവോയ്സ് മിസ്റ്റേക്ക് ആയി പോയി, വാല്യൂ കൂടിപ്പോയി. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ആ ഇൻവോയ്സ് 11,000 രൂപയുടെ ഇൻവോയ്സ് അല്ലേ, ക്യാൻസൽ ആക്കാം.
ക്യാൻസൽ ആക്കിയിട്ട് ഒരു പുതിയ 10,000 രൂപയുടെ ഇൻവോയ്സ് റൈസ് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 1000 കൂടിപ്പോയതല്ലേ, ആ 1000 കുറച്ചാ പോരെ. കുറയ്ക്കാനുള്ള ഒരു മാർഗമില്ലേ? ക്രെഡിറ്റ് നോട്ട് 1000 രൂപയ്ക്ക് ക്രെഡിറ്റ് നോട്ട് ചെയ്താൽ മതി. ക്ലിയർ? അപ്പൊ 11,000 രൂപയുടെ സെയിൽസ് ഇൻവോയ്സും അതിന്റെ കൂടെ 1000 രൂപയുടെ ഒരു ക്രെഡിറ്റ് നോട്ടും ഒരുമിച്ച് പിൻ ചെയ്ത് കീപ്പ് ചെയ്യുക. നെറ്റ് എഫക്റ്റ് 10,000 രൂപ സെയില്. ക്ലിയർ? ഇനി ഡെബിറ്റ് നോട്ട് സെല്ലർ കസ്റ്റമർക്ക് ഡെബിറ്റ് നോട്ട് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഓർമ്മിക്കണം, സെല്ലർ അല്ലാതെ കസ്റ്റമർ അല്ല. നിങ്ങൾക്ക് പരിചയമുണ്ടാവും, കസ്റ്റമേഴ്സ് പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ ഡെബിറ്റ് നോട്ട് വൗച്ചറിൽ കാണിക്കും. അതല്ല, ഇത് സെല്ലർ, വിൽപ്പനക്കാരനായ സെല്ലർ കസ്റ്റമർക്ക് എപ്പോഴാണ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നേ? നേരെ ഓപ്പോസിറ്റ്, വാല്യൂ കൂട്ടാൻ വേണ്ടി 10,000 രൂപയുടെ സെയിൽ നടത്തി. പക്ഷേ സെയിൽസ്മാൻ ബില്ല് റേസ് ചെയ്തപ്പോൾ ബൈ മിസ്റ്റേക്ക് ആയിട്ട് 9,000 ആയിപ്പോയി ഇൻവോയ്സിൽ. 10,000 രൂപ കാണിക്കേണ്ട ഇൻവോയ്സിൽ 9,000 രൂപ ആയിപ്പോയി. മിസ്റ്റേക്ക് അല്ലേ? മിസ്റ്റേക്ക് ആണ്. 1000 കുറഞ്ഞു പോയില്ലേ? 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ആ 9,000 രൂപയുടെ ഇൻവോയ്സ് ക്യാൻസൽ ആക്കിയിട്ട് പുതിയൊരു ഫ്രഷ് ഇൻവോയ്സ് 10,000 രൂപയ്ക്ക് റൈസ് ചെയ്യാം. ആവശ്യമുണ്ടോ? ഇല്ല. 1000 കുറഞ്ഞു പോയതല്ലേ പ്രശ്നം. കൂട്ടാൻ വേണ്ടി മാർഗമുണ്ടല്ലോ, ഡെബിറ്റ് നോട്ട് ചെയ്താൽ മതി. 1000 രൂപയുടെ ഡെബിറ്റ് നോട്ട് ചെയ്താൽ മതി. അപ്പൊ ആദ്യം റൈസ് ചെയ്ത 9,000 രൂപയുടെ സെയിൽ ഇൻവോയ്സും അതിന്റെ കൂടെ 1000 രൂപയുടെ ഡെബിറ്റ് നോട്ടും ഒരുമിച്ച് പിൻ ചെയ്ത് കീപ്പ് ചെയ്യുക. നെറ്റ് എഫക്റ്റ് 10,000 രൂപ സെയില്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ 4ാമത്തെ ബോക്സ്. ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് കൊടുത്താൽ അത് കാണിക്കേണ്ടതാണ് ഈ ബോക്സ്. ഇനി 5ാമത്തെ ബോക്സ് സെയിം ആണ്, ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ അൺരജിസ്റ്റേർഡ്, അതായത് B2C അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് കൊടുത്താൽ അത് കാണിക്കേണ്ടതാണ് 5ാമത്തെ ബോക്സ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ 4ാമത്തെ ബോക്സും 5ാമത്തെ ബോക്സും ക്ലിയർ അല്ലേ? 4ാമത്തെ ബോക്സ് B2B കസ്റ്റമർക്ക് കൊടുത്ത ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടുമാണ്. 5ാമത്തെ ബോക്സ് B2C കസ്റ്റമർക്ക് കൊടുത്ത ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടുമാണ്. അവിടെ ഒരു പോയിന്റ് പ്രശ്നം ഉണ്ടാക്കും. 5ാമത്തെ ബോക്സ് എന്താണ്? B2C കസ്റ്റമർക്ക്. ഏത് B2C ലാർജ് ആണോ B2C സ്മാൾ ആണോ? B2C ലാർജും സ്മാളും ഇല്ലേ നമുക്ക്? ഈ 5ാമത്തെ ബോക്സ് പറയുന്നു B2C കസ്റ്റമർക്ക് ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും കൊടുത്തുവെങ്കിൽ കാണിക്കാനെന്ന്. ഏത് B2C? ലാർജ് ആണോ സ്മാൾ ആണോ? ലാർജ്. B2C ലാർജ് കസ്റ്റമർക്ക് നമ്മൾ ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ കൊടുത്തുവെങ്കിൽ അത് കാണിക്കേണ്ടതാണ് ഏത്? ഈ 5ാമത്തെ ബോക്സ്. ക്ലിയർ അല്ലേ? ഈ 5ാമത്തെ ബോക്സ്. ഓക്കെ. എന്ന് പറഞ്ഞാൽ B2C സ്മാൾ കസ്റ്റമർക്ക് ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ നമ്മൾ കൊടുത്തുവെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ബോക്സ് ഒന്നും ഇവിടെ ഇല്ല. ഈ 5ാമത്തെ ബോക്സിൽ B2C ലാർജ് കസ്റ്റമർക്ക് കൊടുത്ത ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും മാത്രമേ കാണിക്കൂ. അല്ലാതെ B2C സ്മാൾ കസ്റ്റമർക്ക് കൊടുത്ത ഡെബിറ്റ് നോട്ടോ ക്രെഡിറ്റ് നോട്ടോ ഒന്നും ഈ 5ാമത്തെ ബോക്സിൽ കാണിക്കത്തില്ല. അപ്പൊ ചോദ്യം, അതപ്പോ എവിടെ കാണിക്കും? B2C സ്മാൾ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുമല്ലോ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ടൊക്കെ. അങ്ങനെ കൊടുത്താൽ അത് എവിടെ കാണിക്കും? അത് കാണിക്കേണ്ടത് B2C സ്മാൾ സെയില് എന്തായാലും സമ്മറിയല്ലേ കാണിക്കുന്നേ. ആ സമ്മറി കാണിക്കുമ്പോൾ സ്റ്റേറ്റ് വൈസ് ആൻഡ് ടാക്സ് റേറ്റ് വൈസ് സമ്മറി കാണിക്കില്ലേ B2C സ്മാൾ? ആ സമ്മറിയിൽ തന്നെ
അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു പോയാൽ മതി. ആ സമ്മറിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു പോയാൽ മതി. ക്ലിയർ അല്ലേ? ആ സമ്മറി കാണിക്കുമ്പോൾ ക്രെഡിറ്റ് നോട്ട് ആണെങ്കിൽ കുറച്ചും ഡെബിറ്റ് നോട്ട് ആണെങ്കിൽ കൂട്ടിയും സമ്മറിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു പോയാൽ മതി. ക്ലിയർ? ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ നമ്മളിവിടെ GSTR 1 വരുന്ന 5 ബോക്സ് പഠിച്ചു, മനസ്സിലാക്കിയിട്ടുണ്ട്. ക്ലിയർ? ബാക്കിയുള്ള ബോക്സ് നമ്മൾ നാളെ പഠിക്കും, ഇന്ന് പഠിക്കുന്നില്ല, ഇന്ന് ക്ലാസ് അവസാനിക്കുകയാണ്. സോ നമ്മൾ ഇന്ന് ലൈവായിട്ട് ഡൗട്ട് ക്ലിയർ വെക്കുന്നില്ല. സോ ഇന്ന് അധികം പഠിച്ചിട്ടില്ല. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ വീഡിയോ കാണുക, വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ദെൻ നിങ്ങൾ ഡൗട്ട്സ് ഗ്രൂപ്പിൽ ചോദിക്കേട്ടോ. ഇന്ന് നാളെ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസിനെ പഠിച്ച ശേഷം ലൈവായിട്ട് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയറിംഗ് വെക്കാം. ഓക്കെ. സോ ഇന്ന് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.